നമ്മൾ പറഞ്ഞ 2 സൈക്കിളോട് നമുക്ക് നോക്കാനുണ്ട്. ഒന്ന് ഒട്ടോ സൈക്കിളും ഒന്ന് ഡീസൽ സൈക്കിളും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒട്ടോ സൈക്കിൾ നോക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു എഫിഷ്യൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഡിറൈവ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഒട്ടോ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ്റെ ഒരു ഐഡിയൽ സൈക്കിളാണ് എന്ത് ചെയ്യണത്, ഒട്ടോ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന റിയൽ സൈക്കിളും ഐഡിയൽ സൈക്കിളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റിയൽ സൈക്കിളിൽ കണ്ടമാനം ലോസസ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ ഈ പറഞ്ഞ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഐഡിയൽ ഫ്ലൂയിഡ്, നമ്മൾ എയർ ആണ് നമ്മൾ ഈ പറഞ്ഞ പോലെ അവിടുത്തെ വർക്കിംഗ് മീഡിയം ആയിട്ടൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ലോസസ് വളരെ ഇല്ല, അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആണ്, അല്ലെങ്കിൽ അബ്സല്യൂട്ട്ലി സീറോ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞല്ലോ നമ്മൾ കാർനോട്ട് സൈക്കിളിൽ 4 പ്രോസസ്സ് കണ്ടു. ഈ സൈക്കിളിൽ അതുപോലെ തന്നെ 4 പ്രോസസ്സുകളുണ്ട്. ആ 4 പ്രോസസ്സുകൾ നമ്മൾ പറയാം: അഡിയബാറ്റിക് കംപ്രഷൻ, ഹീറ്റ് അഡീഷൻ അറ്റ് കോൺസ്റ്റന്റ് വോളിയം, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ദെൻ ഫൈനലി ഹീറ്റ് റിജക്ഷൻ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ, 4 പ്രോസസ്സ്. അതിൽ 2 കോൺസ്റ്റന്റ് വോളിയം ഉണ്ട്, 2 അഡിയബാറ്റിക് പ്രോസസ്സുകളും ഉണ്ട്. നമുക്ക് ആദ്യം അതിൻ്റെ പി വി ഡയഗ്രത്തിലും പി വി ഡയഗ്രത്തിലും എങ്ങനെയാണ് ആ പ്രോസസ്സുകൾ എന്ന് നോക്കാം. അപ്പം ഇതതിൻ്റെ പി വി ഡയഗ്രാമാണ്. പ്രോസസ്സ് 1 എന്നുള്ള പോയിന്റിൽ നിന്നാണ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 to 2 എന്നുള്ള പ്രോസസ്സിൽ സംഭവിക്കുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. 1 നിന്ന് 2 എത്തുമ്പോഴത്തേക്കും വോളിയം കുറഞ്ഞിട്ടുണ്ട്, പ്രഷർ കൂടിയിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് കംപ്രഷനാണ്. അപ്പം നമ്മുടെ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുണ്ട് നമ്മുടെ എയർ ഉണ്ട്. പിസ്റ്റൺ ഏറ്റവും എക്സ്ട്രീം പൊസിഷനിലായിരുന്നിരുന്നത്, അതിനെന്ത് ചെയ്തു, പിസ്റ്റൺ മുമ്പോട്ട് മൂവ് ചെയ്ത് എന്ത് ചെയ്തു, അതിനെ ടുവേഴ്സ് അതിൻ്റെ ഹെഡിലേക്ക് മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്തു, അതിനുള്ളിലുള്ള എയറിനെ കംപ്രസ് ചെയ്തു. വി കോൾഡ് ആസ് എ കംപ്രഷൻ. ഓക്കെ, ആ കംപ്രഷൻ നമ്മൾ പറയുന്ന പേരാണ് അഡിയബാറ്റിക് കംപ്രഷൻ എന്നാണ് പറയുന്നത്. ആ പേര് നോക്കി എന്താണ് നോക്കി കഴിഞ്ഞാൽ നമ്മളെ പേര് പറയുന്നതായിരുന്നു റിവേഴ്സിബിൾ അഡിയബാറ്റിക് കംപ്രഷൻ. എന്താണ് റിവേഴ്സിബിൾ എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞത്. എന്താണ്, ലോസസ് ഒന്നുമില്ല, പ്രോസസ് അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് എന്താണ്, റിവേഴ്സിബിൾ ആണ്. ദെൻ അനദർ ടൈം ഈസ് ദർ വാട്ട് ഈസ് അഡിയബാറ്റിക് പ്രോസസ്. അഡിയബാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അഡിയബാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രോസസ്സ് അഡിയബാറ്റിക് ആണെന്നുണ്ടെങ്കിൽ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും നടക്കില്ല. അത്തരം പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡിയബാറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ വാൾസ് ഒക്കെ വെൽ ഇൻസുലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറയാം കംപ്രസ് ചെയ്യണതനുസരിച്ച് എന്ത് പറ്റും, ഹീറ്റ് കൂടും. ആ ഹീറ്റ് ഒരു പക്ഷേ പുറത്തേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബട്ട് നമ്മളത് വെൽ ഇൻസുലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റില്ല, അവിടെ നിന്ന് പുറത്തേക്ക് ഹീറ്റ് പോവില്ല, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല. അതുപോലെ തന്നെ പുറത്തുനിന്ന് ഉള്ളിലേക്കും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല. അപ്പോൾ അത്തരം പ്രോസസ്സിനാണ് നമ്മൾ എന്ത് ചെയ്യണത്, അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയും. ഇപ്പോൾ 1 to 2 ഈ പറഞ്ഞ പോലെ പി വി ഡയഗ്രത്തിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ എന്താണ്, പ്രഷർ കൂടി, വോളിയം കുറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ നേരെ അതിൻ്റെ ടി എസ് ഡയഗ്രാം, ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രത്തിൽ നോക്കി കഴിഞ്ഞാൽ കാണാം 1 നിന്ന് സ്റ്റാർട്ട് ചെയ്തു, 1 നിന്ന് 2 നടക്കുന്ന സമയത്ത് എങ്ങനെയാണ്, ടെമ്പറേച്ചർ കൂടി അല്ലേ. അതുപോലെ ഈ റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സ് നമ്മൾ ഐസെൻട്രോപ്പിക് പ്രോസസ്സ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അതായത് എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണെന്ന്. ഒരു പ്രോസസ്സ് റിവേഴ്സിബിളുമാണ് അഡിയബാറ്റിക്കും ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എൻട്രോപ്പി എന്നുള്ള സാധനം കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കുക 1 to 2 എന്ത് സംഭവിച്ചു, പ്രഷർ കൂടി, വോളിയം കുറഞ്ഞു, ടെമ്പറേച്ചർ കൂടി, 2 വരെ എത്തി നിൽക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞു. വിച്ച് മീൻസ് എന്തായിരുന്നു ആ പ്രോസസ്സിൻ്റെ പേര്, റിവേഴ്സിബിൾ അഡിയബാറ്റിക് കംപ്രഷൻ. കംപ്രഷൻ ആണെന്ന് ഓർക്കുക. ആ റിവേഴ്സിബിൾ ആൻഡ് അഡിയബാറ്റിക് ആയിട്ടാണ് നടത്തുന്നത് ഓർക്കുക. ഓക്കെ, ദെൻ വൺസ് അത് 2 എത്തി കഴിഞ്ഞാൽ പിന്നെ എന്താണ് നടക്കുന്നത്, നമ്മൾ അതിലേക്ക് ഹീറ്റ് ആഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ അതിലേക്ക് ഹീറ്റ് ആഡ് ചെയ്യണം. വി ആർ സപ്ലൈങ് ഹീറ്റ് ഇൻ ടു ദാറ്റ് കംപ്രസ്ഡ് എയർ. ഓക്കെ, ആ കംപ്രസ്ഡ് ആയിട്ടുള്ള ഫ്യൂൽ വർക്കിംഗ് മീഡിയത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത്, കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡീഷനാണ് ഒരു ഓട്ടോ സൈക്കിളിൽ നടക്കുക. ഓട്ടോ സൈക്കിളിൽ നടക്കുന്ന ഹീറ്റ് അഡീഷൻ എങ്ങനെയാണെന്ന് പറയണേ, കോൺസ്റ്റന്റ് വോളിയം. വിച്ച് മീൻസ് അതിൻ്റെ വോളിയം, ഇപ്പോൾ നമ്മൾ പിസ്റ്റൺ ഇങ്ങനെ മൂവ് ചെയ്ത് ഏറ്റവും മുകളിലെത്തി, ആ മുകളിലത് ആ മുകളിൽ നിന്ന് എന്ത് ചെയ്യണം, അത് പിസ്റ്റൺ മൂവ് ചെയ്യണം, അത് അവിടെ ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊസിഷനിലാണ് എന്ത് ചെയ്യണത്, നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ന് പറയും ഹീറ്റ് ആഡിങ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡീഷൻ. 2 to 3 എന്ത് ചെയ്യണം, വി ആർ ആഡിങ് ഹീറ്റ്. ക്യൂലാണ് നമ്മൾ സാറിന് ഹീറ്റ് ആഡ് ചെയ്യണം ഡെനോട്ട് ചെയ്യാറ്. ക്യൂ 2 to 3 പ്രോസസ് എന്ത് ചെയ്യുന്നു, ഹീറ്റ് ഈസ് ആഡിങ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഹീറ്റ് ആഡ് ചെയ്ത് നമ്മൾ അതിൻ്റെ വോളിയം കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്, ഒബ്വിയസ്ലി പ്രഷർ കൂടും, അതുപോലെ തന്നെ എന്ത് പറ്റും, ടെമ്പറേച്ചറും കൂടും. ഹീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇപ്പം അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രഷർ ഓക്കെ ആയിട്ട് നിന്നാണ്. പക്ഷെ എന്താണ്, അതിന് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കണം, വോളിയം നമ്മളവിടെ കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കണം. ആ പിസ്റ്റൺ പിന്നെ മൂവ് ചെയ്യണില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ആ ഒരു കുറച്ച് നേരത്തേക്ക് പിസ്റ്റൺ മൂവ് ചെയ്യില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവിടുത്തെ പ്രഷർ കണ്ടമാനം കൂടും. അതായത് കംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഏരിയയിലോട്ട് നമ്മൾ ഹീറ്റ് സപ്ലൈ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിനുള്ളിലുള്ള
ചെറിയ പോർഷനിലുള്ള എയറിൻ്റെ അല്ലെങ്കിൽ വർക്കിംഗ് മീഡിയത്തിൻ്റെ എന്ത് സംഭവിക്കും? അതിൻ്റെ ടെമ്പറേച്ചർ കൂടും, പ്രഷറും കൂടും. അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് ഗ്രാഫിലും കാണുന്നത്. 2 to 3 എന്നുള്ള പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നു? അതിൻ്റെ പ്രഷർ കൂടി, അതുപോലെ തന്നെ എന്ത് സംഭവിക്കുന്നു? ടെമ്പറേച്ചറും കൂടി. 2ലെയും 3ലെയും നോക്കിയാൽ 2വിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചറാണ് 3യിലുള്ളത്. ഓക്കെ, അപ്പോൾ 3 എന്നുള്ള സ്റ്റേറ്റിലെത്തി. അതോടുകൂടി നമ്മുടെ കംപ്രഷൻ കഴിഞ്ഞു. അതിൽ ആദ്യത്തെ രണ്ട് പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് എക്സ്പാൻഷനാണ്, അത് ഇറ്റ് ഈസ് മൂവിങ് ബാക്ക്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നതാണ് 3 to 4 എന്നുള്ള പ്രോസസ്സ് നമ്മൾ പറയുന്നത് വരുന്നത് അഡേബാറ്റിക് എക്സ്പാൻഷൻ. റിവേഴ്സിബിൾ എന്നുള്ള ടൈം എപ്പോഴും ഇവിടെ ഉണ്ട്. റിവേഴ്സിബിൾ അഡേബാറ്റിക് എക്സ്പാൻഷൻ. ഓക്കെ, ഈ റിവേഴ്സിബിൾ അഡേബാറ്റിക് എക്സ്പാൻഷൻ ഞാൻ പറഞ്ഞു, നമ്മൾ വേറൊരു പേര് പറയുന്നതാണ്. ഒരു പ്രോസസ്സ് റിവേഴ്സിബിൾ ആണ് അഡേബാറ്റിക്കും ആണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ആസ് എ ഐസെൻട്രോപ്പിക് പ്രോസസ്സ്. അതുകൊണ്ടാണ് ഇവിടെ ഐസെൻട്രോപ്പിക് എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുന്നു? 3 to 4 എന്ത് ചെയ്യാണ്? ഈ സാധനം എക്സ്പാൻഡ് ചെയ്യുകയാണ്. എക്സ്പാൻഡ് ചെയ്യുന്നു. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യുന്നു. പിസ്റ്റൺ എന്ത് ചെയ്യുന്നു? പുറകേക്ക് മൂവ് ചെയ്യുന്നു. 3 to 4 വരെ എന്ത് ചെയ്യുന്നു? ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ്? അതിൻ്റെ പ്രഷർ കുറഞ്ഞു, വോളിയം കൂടി, അതുപോലെ തന്നെ എന്താണ്? അതിൻ്റെ ടെമ്പറേച്ചറും ഡ്രോപ്പ് ആവും. കാരണം അത് അതിൻ്റെ എനർജി യൂസ് ചെയ്തിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. പുറത്തുനിന്നിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണില്ല. എന്ത് പറ്റും? അത് അതിൻ്റെ എനർജി തന്നെ യൂസ് ചെയ്ത് പോകുന്നത് എന്ത് ചെയ്തു? അതിൻ്റെ ടെമ്പറേച്ചറും ഡ്രോപ്പായി. അപ്പോൾ 3 to 4 എന്താണ്? പ്രഷർ കുറഞ്ഞു, വോളിയം കൂടി, ടെമ്പറേച്ചറും കുറഞ്ഞു, 4ലെത്തി. ഇനി എന്താണ്? ഇനി അതിനകത്ത് വീണ്ടും റിമൈനിങ് ആയിട്ടുള്ള ഹീറ്റ് എന്ത് ചെയ്യും? അത് സറൗണ്ടിങ്ങിലേക്ക് റിജക്ട് ചെയ്യും. ആ പ്രോസസ്സിനാണ് നമ്മൾ 4 to 1 കാണിക്കുന്നത്. റിവേഴ്സിബിൾ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. ഓക്കെ, ഹീറ്റ് റിജക്ട് ചെയ്യണത് ഈ പ്രോസസ്സിലാണ്. ഓക്കെ, QR എന്ന് പറഞ്ഞ കാണിച്ചു. അപ്പോൾ നമ്മൾ ആ പ്രോസസ്സ് നോക്കണം. മൊത്തം 4 പ്രോസസ്സ്. 1 to 2 കംപ്രഷൻ, 2 to 3 എന്താണ്? ഹീറ്റ് അഡീഷൻ, 3 to 4 എക്സ്പാൻഷൻ, 4 to 1 ഹീറ്റ് റിജക്ഷൻ. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ കാണാം എന്താണ്? 1 to 2 എന്താ സംഭവിക്കുന്നത്? 1 to 2 നമ്മൾ കംപ്രസ് ചെയ്യാണ്. കംപ്രസ് ചെയ്യാൻ മീൻസ് നമ്മൾ വർക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഓക്കെ, വർക്കിൻ എന്ന് വേണമെങ്കിൽ പറയാം. വർക്കിൻ 2 to 3 2 to 3 ഹീറ്റ് ആഡ് ചെയ്യാണ്. ഹീറ്റ് നമ്മൾ Q എന്നാണ് ഡിനോട്ട് ചെയ്യണം കാരണം Q in. ഓക്കെ, 3 to 4 എക്സ്പാൻഡ് ചെയ്യണം. ഒരു സാധനം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ പിസ്റ്റൺ പുറത്തോട്ട് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? വി വിൽ ബി ഗെറ്റിംഗ് വർക്ക് ഔട്ട്പുട്ട്. ഓക്കെ, വർക്ക് ഔട്ട്പുട്ട് നമുക്ക് അവിടെ കിട്ടുന്നു. ഓക്കെ, അതുപോലെ 4 to 1 ഹീറ്റ് റിജക്ട് ചെയ്യണം നമ്മൾ പറഞ്ഞു. Q out. ഓക്കെ, Q out. ഇത്തരം കാര്യങ്ങളാണ് എന്ത് ചെയ്യണത്? ഈ ഒരു പ്രോസസ്സിൽ, ഈ ഒരു സൈക്കിൾ നടക്കുക. ആദ്യം കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളാണ് ഗ്യാസിനെ കംപ്രസ് ചെയ്യണത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്യാസിനെ നമ്മൾ കംപ്രസ് ചെയ്യണം. അപ്പോൾ പിസ്റ്റനെ നമ്മളാണ് മൂവ് ചെയ്യണത്. അപ്പോൾ എന്ത് വർക്ക് ഔട്ട് ഇൻപുട്ട് കൊടുക്കും, നമ്മൾ വർക്ക് കൊടുക്കുന്നു. അത് ഏറ്റവും ടോപ്പിലെത്തി കഴിയുമ്പോൾ നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുന്നു. 3 to 4 എന്ത് ചെയ്യാണ്? ആ ഗ്യാസ് എന്ത് ചെയ്യാണ്? ഹീറ്റ് ആഡ് ചെയ്ത് ഹൈ പ്രഷറുള്ള ഗ്യാസ് എന്ത് ചെയ്യാണ്? നമ്മുടെ പിസ്റ്റനെ പുറത്തേക്ക് തള്ളുകയാണ്. വിച്ച് മീൻസ് വി ആർ ഗെറ്റിംഗ് വർക്ക് ഔട്ട്പുട്ട് ഫ്രം ദ സിസ്റ്റം. അല്ലേ? അല്ലെങ്കിൽ ആ ഗ്യാസ് എന്ത് ചെയ്യണം? അത് അതിൻ്റെ എനർജി യൂസ് ചെയ്തിട്ട് പിസ്റ്റനെ പുഷ് ചെയ്യണം. വിച്ച് മീൻസ് വി ആർ ഗെറ്റിംഗ് വർക്ക് ഔട്ട്പുട്ട്. 4 to 1 ആ റിമൈനിങ് ആയിട്ടുള്ള ഹീറ്റ് എന്ത് ചെയ്യണം? അത് പുറത്തേക്ക് കളയാണ്. ഇത്തരം പ്രോസസ്സുകളാണ് അവിടെ നടക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ PV ആൻഡ് TS ഡയഗ്രത്തിൽ എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യണത്. നമ്മളെ സംബന്ധിച്ചുള്ള ഇനി അടുത്ത പണി എന്ന് വെച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് അതിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. ഓക്കെ, എഫിഷ്യൻസി എന്താ നമ്മൾ പറഞ്ഞത്? എന്താണ് എഫിഷ്യൻസി? ഈസ് ഓൾവേസ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്. ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കിട്ടിയ വർക്ക് ഔട്ട്പുട്ടാണ്, നെറ്റ് വർക്ക് ഔട്ട്പുട്ടാണ്. കാരണം 1 to 2 നമ്മൾ കുറച്ച് വർക്ക് ചെയ്തു, 3 to 4 നമുക്ക് കുറച്ച് വർക്ക് കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയ നെറ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ കൊടുത്ത വർക്കിൻ്റെയും അവിടെ ജനറേറ്റ് ചെയ്ത വർക്കിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും എന്ത് ചെയ്യണത്? അവിടുത്തെ നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞു. നെറ്റ് വർക്ക് ഡൺ എന്താണ്? നെറ്റ് വർക്ക് ഡൺ ഓർ കിട്ടി. താഴത്തെ ഹീറ്റ് ആഡ് ഇടുന്ന എന്താണ്? നമ്മുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അങ്ങോട്ട് കൊടുത്തിരിക്കുന്ന മറ്റ് എനർജി എന്താണ്? ഹീറ്റ് എനർജി നമ്മൾ ഉള്ളിലേക്ക് കൊടുത്തു, അല്ലേ? അപ്പം ഹീറ്റ് ആഡഡ് ആണ് എന്തിനാണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട്. അപ്പോൾ ദ എഫിഷ്യൻസി ഓർ എയർ സ്റ്റാൻഡേർഡ് തെർമൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു നെറ്റ് വർക്ക് ഡൺ ഡിവൈഡ് ബൈ ഹീറ്റ് ആഡഡ്.
ഹലോ ഹലോ ഇപ്പൊ കേൾക്കണ്ടോ? ഹലോ. യെസ് സാർ, യെസ് സാർ. ഓക്കെ, ഇടയ്ക്ക് കട്ടായി പോയെന്ന് തോന്നുന്നു. കാരണം ഇവിടെ കറണ്ട് പോയിരുന്നു, അപ്പം വൈഫൈ ഓഫായി. ഓക്കെ, ആ ഇപ്പോൾ ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ നെറ്റ് വർക്ക് ഡൺ ഡിവൈഡ് ബൈ ഹീറ്റ് എന്ത് ചെയ്യണം, നമുക്ക് രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്നെന്താണ്, നമുക്ക് ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്തപ്പോൾ കിട്ടിയ വർക്കിൽ നിന്ന് നമ്മൾ കൊടുത്ത കംപ്രസ് ചെയ്തപ്പോൾ നമ്മൾ കൊടുത്ത വർക്കിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ മറ്റൊരു വഴി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ചെയ്ത് എപ്പോഴും ഒരു എഞ്ചിനിനകത്താണെന്നുണ്ടെങ്കിൽ എപ്പോഴും അവിടുത്തെ ഹീറ്റ് നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ഇൻപുട്ട് ഉണ്ടല്ലോ, കുറച്ച് ഹീറ്റ് കൊടുത്ത് കുറച്ച് ഹീറ്റ് അവിടുന്ന് പുറത്തേക്കും പോയി, അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും എന്തായിരിക്കും അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? 2 to 3 എന്നുള്ള പ്രോസസ്സിൽ നമ്മൾ 4 to 1 എന്നുള്ള പ്രോസസ്സിൽ കുറച്ച് ഹീറ്റ് അവിടുന്ന് റിജക്റ്റ് ആയി. ആ ഹീറ്റ് അതൊരു എനർജിയാണ് അല്ലേ? ആ കൊടുത്ത എനർജിയുടെ ബേസിലാണ് അവിടെ വർക്കിംഗ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ്, അതിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അവിടുത്തെ എഫിഷ്യൻസി കിട്ടും. സോ ഇൻ ടൈംസ് ഓഫ് ഹീറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? ഹീറ്റ് ആഡഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ഡിവൈഡഡ് ബൈ ഹീറ്റ് ആഡഡ്. അതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വർക്ക് ഡൺ എന്ന് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം നമ്മളവിടെ യൂസ് ചെയ്ത വർക്കിംഗ് ഫ്ലൂയിഡ് എം മാസ് ഓഫ് വർക്കിംഗ് ഫ്ലൂയിഡ് ആണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അതുപോലെ തന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ആഡഡിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, അത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഹീറ്റ് ആഡഡ് എന്നുള്ള ഇക്വേഷനാണ് മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്. അതാണ് നമ്മൾ ഹീറ്റ് ആഡഡ് കണ്ടുപിടിക്കുക. മാസ് ഇൻറ്റു സി വി എന്ന് ഉദ്ദേശിക്കുന്ന സ്പെസിഫിക് ഹീറ്റ് ആണ്. ഈ സ്പെസിഫിക് ഹീറ്റിൻ്റെ താഴെ ഒരു സി ആണ് നമ്മൾ സാധാരണ സ്പെസിഫിക് ഹീറ്റ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത് അല്ലേ? ഒരു സഫിക്സ് വി കൊടുക്കുന്നുണ്ട്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുന്ന എങ്ങനെയാണ്? കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. അപ്പോൾ കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് ആഡ് ചെയ്യുമ്പോഴുള്ള സ്പെസിഫിക് ഹീറ്റിനാണ് എന്ത് ചെയ്യുന്നത്? സി വി എന്ന്, അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയും. മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ഹീറ്റ് ആഡ് ചെയ്തതിന് മുമ്പും ആഡ് ചെയ്തതിന് ശേഷമുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ്. എപ്പോഴാണ് നമ്മൾ 2 to 3 എന്നുള്ള പ്രോസസ്സിലാണ് ആഡ് ചെയ്തത് അല്ലേ? 2 ആണ് ഹീറ്റ് ആഡ് സാർ ഇടയ്ക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. പറയുന്നത് അത് ടെമ്പറേച്ചർ ഹീറ്റ് ആഡ് ചെയ്തതിന് ശേഷമുള്ള ഒന്നുകൂടെ പറയാം കേട്ടോ. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ പറയാം. ഹീറ്റ് ആഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്. ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ 2 to 3 എന്നുള്ള പ്രോസസ്സിലാണ് ഹീറ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. ഹീറ്റ് ആഡ് ചെയ്യുന്നതിന് മുമ്പുള്ള ടെമ്പറേച്ചർ എത്രയായിരുന്നു? T2. ഹീറ്റ് ആഡ് ചെയ്തതിന് ശേഷമുള്ള ടെമ്പറേച്ചറോ? T3. അപ്പോൾ നമ്മൾ ടോട്ടൽ ഹീറ്റ് ആഡ് ചെയ്ത എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? മാസ് എം ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് സി വി, വിച്ച് മീൻസ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്. ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനിഷ്യൽ ടെമ്പറേച്ചർ, T3 മൈനസ് T2. ഓക്കെ, ദെൻ ഹീറ്റ് റിജക്റ്റഡ് ആണെന്നുണ്ടെങ്കിലോ 4 to 1 എന്നുള്ള പ്രോസസ്സിലാണ് ഹീറ്റ് ആഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? അവിടെയും മാസ് ഇൻറ്റു സെയിം മാസ് ഓഫ് ഫ്ലൂയിഡ് തന്നെയാണ്. മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു T4 മൈനസ് T1. T4ലാണ് ഹീറ്റ് റിജക്ട് ചെയ്യാൻ തുടങ്ങി. T1 ഫൈനൽ ടെമ്പറേച്ചർ T1 ആണ്. സോ ദ ഹയർ ടെമ്പറേച്ചർ ഇസ് T4, സോ വി ടേക്ക് T4 മൈനസ് T1. ഓക്കെ, അപ്പോൾ ഹീറ്റ് ആഡഡിനും ഹീറ്റ് റിജക്റ്റഡിനും നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നമ്മുടെ എഫിഷ്യൻസിയിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എന്തായിരുന്നു എഫിഷ്യൻസിയുടെ ഇക്വേഷൻ? ഹീറ്റ് ആഡഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ഡിവൈഡ് ബൈ ഹീറ്റ് ആഡഡ്. എന്താണ് അപ്പം ഹീറ്റ് ആഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഹീറ്റ് ആഡഡ്. സോ നമ്മളത് ഇവിടെ എഴുതി. എന്താണ്? എം സി വി ഇൻറ്റു T3 മൈനസ് T2 വിച്ച് ഇസ് എ ഹീറ്റ് ആഡഡ് മൈനസ് എം സി വി ഇൻറ്റു T4 മൈനസ് T1 വിച്ച് ഇസ് ഹീറ്റ് റിജക്റ്റഡ് ഡിവൈഡഡ് ബൈ ഹീറ്റ് ആഡഡ്. എന്താണ്? എം സി വി ഇൻറ്റു T3 മൈനസ് T2. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്? ഈ എമ്മും സി വി ഒക്കെ എല്ലായിടത്തും കോമൺ ആണ്. അപ്പോൾ നമുക്ക് എടുത്ത് കളയാം. എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? അത് കട്ട് ചെയ്ത് കളയാം. എമ്മും സി വി ഒക്കെ എല്ലായിടത്തും കോമൺ ആണ്, നമ്മളത് എടുത്ത് കളഞ്ഞു. അപ്പോൾ എന്ത് കിട്ടി? T3 മൈനസ് T2 മൈനസ് T4 മൈനസ് T1 ഡിവൈഡ് ബൈ T3 മൈനസ് T2 കിട്ടി. ഓക്കെ, ആ T3 മൈനസ് T2 എടുത്ത് നമ്മൾ രണ്ടിടത്തും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? T3 മൈനസ് T2 ഡിവൈഡ് ബൈ T3 മൈനസ് T2 1 ആണ്, മൈനസ് T4 മൈനസ് T1 ഡിവൈഡ് ബൈ T3 മൈനസ് T2 എന്ന് കിട്ടി. ഓക്കെ, T4. അപ്പോൾ നമുക്ക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താക്കി ചുരുങ്ങി? തെർമൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് T4 മൈനസ് T1 ഡിവൈഡ് ബൈ T3 മൈനസ് T2. അതായത് എല്ലാ പോയിന്റിലെയും ടെമ്പറേച്ചർ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? എഫിഷ്യൻസി കണ്ടുപിടിക്കാം.
പക്ഷെ നമുക്ക് അതിലും കൂടെ കുറച്ചും കൂടെ എല്ലാ പോയിന്റിലും ടെമ്പറേച്ചർ കണ്ടുപിടിക്കുന്നത് കുറച്ച് ടഫ് ടാസ്ക്കാണ്. നമുക്ക് കുറച്ചും കൂടെ ചെറുതാക്കണം. നമുക്ക് ഇതിനെ കുറച്ചും കൂടെ ചെറുതാക്കണം. അപ്പോൾ ചെറുതാക്കാൻ വേണ്ടി നമ്മൾ ഓരോ പ്രോസസ്സ് എടുത്ത് ഇതിനെ എന്തെങ്കിലും രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പ്രോസസ്സ് 1 to 2 നോക്കുക. 1 to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രോസസ്സാണെന്ന് നമുക്കറിയാം. ഇറ്റ്സ് ആൻ അഡയബാറ്റിക് പ്രോസസ്സ്. ഓക്കെ, ഈ ഇതും നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഒരു അഡയബാറ്റിക് പ്രോസസ്സിൽ ടെമ്പറേച്ചറും വോളിയവും തമ്മിലൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. T2/T1 is equal to V1/V2 all raised to gamma minus 1. അതായത് ടെമ്പറേച്ചറിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ വോളിയത്തിൻ്റെ റേഷ്യോ ഓൾ റേസ് ടു ഗാമ മൈനസ് 1. ഈ ഗാമ എന്ന് പറയുന്ന സാധനം ഒരു പക്ഷേ സ്കൂളിലൊക്കെ സയൻസിൽ പഠിച്ചിട്ടുണ്ടാവും. CP/CV, റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് എന്നാണ് പറയുക. റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്, അതായത് നമ്മൾ പറഞ്ഞു ഇവിടെ സ്പെസിഫിക് ഹീറ്റ് കോൺസ്റ്റന്റ് വോളിയമാണ്. അതുപോലെ തന്നെ CP എന്നുണ്ട്, വിച്ച് മീൻസ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ, സോറി, ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ആണ്. CP/CV എന്ന് പറയും. അതായത് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൻ്റെയും കോൺസ്റ്റന്റ് വോളിയത്തിൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗാമ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 1 to 2 എന്നുള്ള പ്രോസസ്സിന് നമുക്ക് എടുക്കാം. T2/T1 is equal to V1/V2 all raised to gamma minus 1. അത് ഓർത്തിരിക്കും. ഓക്കെ, അതവിടെ എഴുതി വെച്ചോളൂ. ഇനി എന്താണ് അടുത്ത്? 3 to 4, 1 to 2 കഴിഞ്ഞിട്ട് 3 to 4 എന്നുള്ള പ്രോസസ്സ് നോക്കുകയാണ്. അതായത് എന്താണ്? അതൊരു കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സാണ് അല്ലേ? ഒരു കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ നമുക്ക് ടെമ്പറേച്ചറും 3 to 4 അല്ല, 3 to 4 എന്നാണ്. 3 to 4 ഒരു അഡയബാറ്റിക് പ്രോസസ്സാണ്. 1 to 2ഉം 3 to 4 എന്താണ്? 1 to 2 കംപ്രഷൻ ആയിരുന്നു, 3 to 4 എക്സ്പാൻഷൻ ആയിരുന്നു അല്ലേ? 3 to 4 എന്ത് തന്നെ പ്രോസസ്സാണ്? ഒരു അഡയബാറ്റിക് പ്രോസസ്സാണ്. അവിടെ നമുക്ക് എന്ത് എഴുതാം? 3ലെയും 4ലെയും ടെമ്പറേച്ചറിൻ്റെ റേഷ്യോ, വിച്ച് മീൻസ് T3/T4 is equal to അവിടുത്തെ വോളിയത്തിൻ്റെ റേഷ്യോ. വോളിയത്തിൻ്റെ എടുക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എടുത്തിട്ട് നേരെ ഓപ്പോസിറ്റ് എടുക്കുന്നു, അത്രേ ഉള്ളൂ. T3/T4 is equal to എന്താണ്? V4/V3 all raised to gamma minus 1. ഓക്കെ, അത്ര ഓർത്താൽ മതി. T2/T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1/V2. 2/1 is equal to 1/2. വോളിയത്തിൻ്റെ റേഷ്യോ വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് വരും. all raised to gamma minus 1. T2/T1 is equal to V1/V2 all raised to gamma minus 1. അതുപോലെ T3/T4 എന്ന് പറഞ്ഞാൽ എന്താണ്? V4/V3 all raised to gamma minus 1. ഇനി V4ഉം V3 എന്താ? നമുക്കൊന്ന് ഗ്രാഫിൽ പോയി നോക്കാം. എന്താണ് V4 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1ലെയും 4ലെയും വോളിയം സെയിം ആണ്. സോ V4 is equal to V1. അതുപോലെ 3ലെയും 2ലെയും വോളിയം സെയിം ആണ്. സോ V3 is equal to V2. അങ്ങനെയാണെന്ന് പറയാം. V4/V3 എന്ന് പറയാൻ നമുക്ക് എന്ത് എഴുതാം? V4/V3 is equal to V4 is equal to V1 and V3 is equal to V2. So we can write V4/V3 is equal to V1/V2 all raised to gamma minus 1. അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഇക്വേഷനിൽ എന്താണ്? T2/T1 is equal to V1/V2 all raised to gamma minus 1. അതുപോലെയോ T3/T4 is equal to V1/V2 raised to gamma minus 1. അവിടെ രണ്ടിടത്തും എന്ത് തന്നെയാണ്? രണ്ടിൻ്റെയും RHS സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ LHSും സെയിം തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതി? T2/T1 is equal to T3/T4 എന്ന് നമ്മൾ എഴുതി. T2/T1 is equal to T3/T4 എന്ന് നമ്മൾ എഴുതി. T2/T1 is equal to T3/T4 എന്ന് എഴുതി. ഇനി നമുക്ക് കുറച്ചും കൂടെ മാറ്റങ്ങൾ വരുത്താനുണ്ട്. അതിനൊന്ന് അറേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് എഴുതാം? 3ഉം 2ഉം 4ഉം നമ്മൾ അടുത്ത് വെച്ച് എഴുതി. അതായത് T3/T2 is equal to T4/T1. നമ്മൾ ചെയ്യണം നമ്മുടെ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്ത് ചെയ്തു? ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? T3/T2 is equal to T4/T1 എന്ന് എഴുതി. ഓക്കെ, നമ്മൾ അടുത്ത വേറെ ചെറിയൊരു പണി ചെയ്യും. എന്താണ്? രണ്ട് സൈഡിൽ ഒരു -1 ആഡ് ചെയ്യും. രണ്ട് സൈഡിലും എന്ത് ചെയ്യും? ഒരു -1 ആഡ് ചെയ്യും. ഓക്കെ, -1 ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിട്ടും? T3 minus T2 divided by T2 കിട്ടും. T3 minus T2 divided by T2 കിട്ടും. ഇവിടെയോ T4 minus T1 divided by T1 കിട്ടി. T4 minus T1 divided by T1 കിട്ടി. ഇങ്ങനെയാണ് കിട്ടുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ T3 minus T2 divided by T2,
റൈറ്റ് ഹാൻഡ് സൈഡിൽ T4 മൈനസ് T1 ഡിവൈഡ് ബൈ T1. നമുക്ക് എന്ത് ചെയ്യാം, ഈ മുകളിലുള്ളത് രണ്ടിൻ്റെ ന്യൂമറേറ്റർ ഒരുമിച്ച് ഒരു സൈഡിലോട്ട് കൊണ്ടുപോകാം. അതായത് T4 മൈനസ് T1ൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്തു, T3 മൈനസ് T2 കൂടെ ഒരുമിച്ച് എഴുതി. അപ്പോൾ എന്ത് കിട്ടി, T4 മൈനസ് T1 ഡിവൈഡ് ബൈ T3 മൈനസ് T2. ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് വരും, T1 ബൈ T2 വരും അല്ലേ. T4 മൈനസ് T1 ഡിവൈഡ് ബൈ ഇത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി, ഇത് രണ്ടും നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി, അത്രേ ഉള്ളൂ. T4 മൈനസ് T1 ഡിവൈഡ് ബൈ T3 മൈനസ് T2 ഇസ് ഈക്വൽ ടു T1 ബൈ T2. T1 ബൈ T2 എന്താ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്താണ്, വിച്ച് ഇസ് ഈക്വൽ ടു V2 ബൈ V1 ഓൾ റൈസ് ടു ഗാമ മൈനസ് 1. ഈ സാധനം എന്താണ്, ഈ T4 മൈനസ് T1 ഡിവൈഡ് ബൈ T3 മൈനസ് T2 നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലേ, നമ്മളവിടെ കണ്ടിട്ടുണ്ട്. നമ്മുടെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നമ്മൾ അവസാനം കണ്ടിട്ടാവും. നമ്മൾ അത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ പോരിച്ച് മുഴുവൻ പോകുന്നത് അല്ലേ. T4 മൈനസ് T1 ഡിവൈഡ് ബൈ T3 മൈനസ് T2 അതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങ് പോകുന്നത്. പിന്നെ എന്ത് ചെയ്തു, അപ്പോൾ നമുക്ക് എന്തായിട്ട് കിട്ടി, T4 മൈനസ് T1 ഡിവൈഡ് ബൈ T3 മൈനസ് T2 ഇസ് ഈക്വൽ ടു T1 ബൈ T2 ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു V2 ബൈ V1 ഓൾ റൈസ് ടു ഗാമ മൈനസ് 1. അപ്പോൾ നമ്മൾ നേരെ 1 മൈനസ് ഈ ഒരു ടേമിന് വരെ എന്തെഴുതി, ഈ ഒരു ടേമിന് വരെ നേരെ എന്തെഴുതി, V2 ബൈ V1 ഓൾ റൈസ് ടു ഗാമ മൈനസ് 1. ഓക്കെ, ഈ V2 ബൈ V1 നമ്മൾ എഴുതുന്നതിന് വേറൊരു കാരണമുണ്ട്. ഓക്കെ, നമ്മൾ ഐസി എഞ്ചിൻ പഠിച്ചപ്പോൾ നമ്മൾ കംപ്രഷൻ റേഷ്യോ എന്നുള്ളൊരു സാധനം പഠിച്ചിട്ടുണ്ട്. കംപ്രഷൻ റേഷ്യോ, ഓക്കെ, എന്തായിരുന്നു കംപ്രഷൻ റേഷ്യോ? പിസ്റ്റൺ ടി ഡി സിയിലുള്ളപ്പോഴും ബി ഡി സിയിലുള്ളപ്പോഴുള്ള വോളിയം ഡിവൈഡ് ബൈ ടി ഡി സിയിലുള്ളപ്പോൾ ഉള്ള വോളിയമാണ്. ഓർ V1 ബൈ V2 ആയിരുന്നു എന്ത് ചെയ്യണത്, നമ്മുടെ കംപ്രഷൻ റേഷ്യോ. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് അറിയാവുന്ന കാര്യമാണ് അല്ലേ. ഒരെണ്ണത്തിൻ്റെ കംപ്രഷൻ റേഷ്യോ, ഇപ്പോൾ നമുക്ക് ഈ ഓരോ പോയിന്റിലെയും ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണ്. അപ്പോൾ നമുക്ക് കംപ്രഷൻ റേഷ്യോ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കാരണം എന്താണ്, പിസ്റ്റൺ ഏറ്റവും താഴെ ഇരിക്കുമ്പോൾ ഉള്ള വോളിയം എടുക്കുക, ഏറ്റവും ടോപ്പിലുള്ള ഇരിക്കുമ്പോൾ ഉള്ള വോളിയം എടുക്കുക. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, കംപ്രഷൻ റേഷ്യോ കണ്ടുപിടിക്കാം. അപ്പം ഈ V2 ബൈ V1 എന്ന് പറഞ്ഞാൽ എന്താണ്, V1 ബൈ V2 എന്ന് പറഞ്ഞാൽ R ആണ്, വിച്ച് മീൻസ് കംപ്രഷൻ റേഷ്യോ. അപ്പോൾ V2 ബൈ V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 1 ബൈ R. ചിലപ്പോൾ നമ്മൾ RK എന്ന് എഴുതാറുണ്ട്. ഓക്കെ, 1 ബൈ RK എന്ന് പറഞ്ഞത് എന്താണ്. അപ്പോൾ V2 ബൈ V1 എന്ന് പറഞ്ഞാൽ എന്താ സാധനം, 1 ബൈ RK. RK എന്ന് പറഞ്ഞ സാധനം കംപ്രഷൻ റേഷ്യോ. കംപ്രഷൻ റേഷ്യോ ഈസ് വോളിയത്തിൻ്റെ രണ്ട് റേഷ്യോ ആണ്. പിസ്റ്റൺ ബി ഡി സിയിലുള്ളപ്പം അതിൻ്റെ മുകളിലുള്ള വോളിയം ഡിവൈഡ് ബൈ പിസ്റ്റൺ ടി ഡി സിയിലുള്ളപ്പോൾ അതിൻ്റെ മുകളിലുള്ള വോളിയം. ഓക്കെ, അതായത് എത്രമാത്രം എഞ്ചിൻ അതിനുള്ളിലുള്ള ചാർജസിനെ കംപ്രസ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു മെഷറാണ് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് എഫിഷ്യൻസി ഇക്വേഷൻ എങ്ങനെയായിട്ട് തിരിഞ്ഞു, 1 മൈനസ് 1 ബൈ RK ഓർ കംപ്രഷൻ റേഷ്യോ ഓൾ റൈസ് ടു ഗാമ മൈനസ് 1. അപ്പോൾ നമുക്ക് ഒരു എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം, നമുക്ക് അതിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. അതായത് ഓട്ടോ സൈക്കിളിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ എഫിഷ്യൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുക, 1 മൈനസ് 1 ബൈ RK റേസ് ടു ഗാമ മൈനസ് 1, where RK is the compression ratio, ഗാമ is ratio of specific heat. നമ്മൾ യൂസ് ചെയ്യുന്ന വർക്കിംഗ് മീഡിയത്തിൻ്റെ സ്പെസിഫിക് ഹീറ്റ് ആണ്, റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഗാമ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഹലോ, ഞാനിത് ഇന്ന് തന്നെ ഗ്രൂപ്പിലിടാം, നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട് ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് നോക്കുക കേട്ടോ. ഓട്ടോ സൈക്കിൾ അതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. എന്ത് ചെയ്യുക, ഈ എഫിഷ്യൻസി കണ്ടുപിടിക്കണം, ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം, അങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഈ റേഷ്യോ T2 ബൈ T1 ഈക്വൽ ടു V1 ബൈ ഒരു അഡയബാറ്റിക് പ്രോസസ്സിന് ടെമ്പറേച്ചറും വോളിയം തമ്മിലുള്ള റിലേഷൻ ആണ് എന്താണ്, T2 ബൈ T1 ഈക്വൽ ടു V1 ബൈ V2 ഓൾ റൈസ് ടു ഗാമ മൈനസ് 1. അതുപോലെ 3 to 4 എന്നുള്ള പ്രോസസ്സ്, അതും അഡയബാറ്റിക് പ്രോസസ് ആണ്, അവിടെയും ഇത് തന്നെയാണ് റേഷ്യോ വരിക. T3 ബൈ T4 ഈക്വൽ ടു V4 ബൈ V3 ഓൾ റൈസ് ടു ഗാമ മൈനസ് 1. പിന്നെ അത് ഇവിടെ ഹീറ്റ് ആഡഡ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഹീറ്റ് റിജക്റ്റഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് ഡെൽറ്റ T. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർമ്മ. എന്താ വെച്ചാൽ ഇപ്പം നിങ്ങളുടെ പുതിയ സ്കീമിലാണ് ഈ നമ്മൾ 3 മൊഡ്യൂളായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന BME ഒക്കെ ചുരുക്കുന്നത്. പണ്ട് കുറച്ചും കൂടെ ലെങ്തി ആയിരുന്നു. ഇപ്പോഴീ പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോസസ്സ് ഒക്കെ ഓൾറെഡി നിങ്ങളുടെ സിലബസിലുണ്ടായിരുന്നു. തെർമോഡൈനാമിക്സിനേക്കാളും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടെ ചുരുങ്ങി, നേരെ ഡയറക്റ്റ് സൈക്കിളിലേക്കാണ് നിങ്ങൾ തെർമോഡൈനാമിക്സിൻ്റെ ഏരിയയിൽ പഠിക്കുന്നത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഓൾറെഡി വേറെ ഡെറിവേഷൻസ് ഉള്ളതാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് നേരെ ഡയറക്റ്റ് ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, കാർനോട്ട് സൈക്കിളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നമുക്ക് ഇത് ഞാൻ ഇടാം, അത് നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കാം, പഠിക്കുക കേട്ടോ നന്നായിട്ട്. പിന്നെ
ഇന്നത്തെ ലാബിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന വർക്ക് ചെയ്തിടുക. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ വന്ന വർക്ക് ചെയ്തിടുക. ഇന്നത്തേക്കുള്ള വർക്ക് ഞാൻ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ പോസ്റ്റ് ചെയ്യാം. അടുത്ത ആഴ്ചത്തേക്കുള്ള വർക്ക് ഇത് ചെയ്തിടുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നെണ്ണമാണ് ഇതുവരെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. 3 മെറ്റീരിയലാണ് തന്നിരിക്കുന്നത്. ഒരെണ്ണം കൂടെ അടുത്ത് ഞാൻ ഇന്നലെ നാളെ തരാം. ഓക്കെ, അപ്പം ക്ലിയർ അല്ലേ? ഹലോ, ഹലോ. ഓക്കെ, ഓക്കെ, അപ്പോൾ നിങ്ങൾ ഞാൻ അറ്റൻഡൻസ് നോട്ട് ചെയ്തിട്ടുണ്ട്. യു ഗൈസ് മൈ ലീവ്. താങ്ക് യു.